ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കിൽ 30 ക്വസ്റ്റ്യൻസും അതോടൊപ്പം മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകളുമാണ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈവ് സെഷൻസ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്പിറേറ്ററി മസിൽ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്പിറേറ്ററി മസിൽ. അപ്പോൾ മസിലാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് മറ്റ് മസിൽസിനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ, ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തൊരു പേരിലേക്ക് പോകും. ശരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും മറ്റ് ഓപ്ഷനുകളിലേക്ക് പോകാതെ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ പിക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്പിറേറ്ററി മസിൽ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഡയഫ്രം ആണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡയഫ്രം. ഐഡൻറ്റിഫൈ ദ ബോൺ വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ thoracic കേജ്. അപ്പോൾ thoracic കേജിൽ ഏതാണ് ബോൺ എന്നാണ് ചോദിച്ചത്. ദ ബോൺ വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് ദ thoracic കേജ് എന്ന് പറയുന്നത് ദ ആൻസർ ഈസ് സ്റ്റേർൺ ആണ് ആൻസർ. ദ ബോൺ which is part of the thoracic cage. Thoracic cageന്റെ പാർട്ടായിട്ട് വരുന്ന ബോൺ എന്ന് പറയുന്നത് ദിസ് സ്റ്റേർൺ ആണ്. Then the primary site of gas exchange in the lungs. അപ്പോൾ ഇത് പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് ലങ്സിൽ പ്രൈമറി സൈറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ലങ്സിൻ്റെ പാർട്സ് പഠിക്കുന്നവർക്കറിയാം, ആൽവിയോളയാണ് അതിൻ്റെ ആൻസർ. ദ മോസ്റ്റ് കോമൺ ഓർഗൻ അഫക്റ്റഡ് ബൈ ട്യൂബർകുലോസിസ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ നിങ്ങൾക്കറിയാം ട്യൂബർകുലോസിസ് എന്താണ്? ക്ഷയരോഗമാണ്. അപ്പോൾ ക്ഷയരോഗം നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ ഏത് ഓർഗനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ലങ്സിനെയാണ്. കാര്യം ഇതാണ്, എപ്പോഴും ചുമച്ച് കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണെന്നൊക്കെ അറിയാം. നമ്മൾ ട്യൂബർകുലോസിൻ്റെ ഒക്കെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ കാണുന്നത്. അപ്പോൾ ദ മോസ്റ്റ് കോമൺ ഓർഗൻ അഫക്റ്റഡ് ബൈ ട്യൂബർകുലോസിസ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? ലങ്സ് ആണ്. ദെൻ മെമ്പറൈൻ കവറിങ് ദ ലങ്സ്. അപ്പോൾ ലങ്സിൻ്റെ കവറിങ്ങിൻ്റെ പേരെന്താണ്? പ്ലൂറയാണ് ലങ്സിൻ്റെ കവറിങ്ങിൻ്റെ പേര്. മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. അപ്പോൾ ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് എത്ര നമ്പർ, മാക്സിമം നമ്പർ എത്രയാണ് ഓക്കുപ്പൈ ചെയ്യാൻ കഴിയുന്നത്? ഓക്സിജനെ ഓക്കുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് 4. വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് ഓർ എക്സെൽഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഒരു നോർമൽ റെസ്പിറേഷൻ ടൈമിൽ നമ്മൾ എത്ര വോളിയം എയർ ഇൻഹെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വോളിയം എക്സെൽ ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ദിസ് ഈസ് ടൈഡൽ വോളിയം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്പിറേറ്ററി മസിൽ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഡയഫ്രം. ഐഡൻറ്റിഫൈ ദ ബോൺ വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ thoracic cage sternum. Primary site of gas exchange in the lungs alveoli. Most common organ affected by tuberculosis in human body lungs. Membrane covering in the lungs pleura. Maximum number of oxygen molecules that can be carried by hemoglobin molecule is 4. Volume of air inhaled or exhaled during a normal respiration is known as tidal volume. ഓക്കെ, നിങ്ങളിത് എഴുതി കഴിഞ്ഞാണോ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ഇസ് ബൗണ്ട് ടു. അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ ബ്ലഡ് എന്തിനെയാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന്? ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ. കാരണം നമുക്കറിയാം ദ കളറിംഗ് പിഗ്മെന്റ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് കളർ കൊടുക്കുന്നത്. ദ സൈറ്റ് വെയർ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏതാണ് പർട്ടിക്കുലർ സൈറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സെൽസ്. ദ സൈറ്റ് വെയർ oxygen is utilized in the human body is cells. Oxygen is transported in the blood by, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്ലഡിൽ RBC അല്ലെങ്കിൽ ഫുൾ നെയിം എന്താണ്? റെഡ് ബ്ലഡ് കോർപ്പസ്കിൾ. സിലിക്കോസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ്. സിലിക്കോസിസ് എന്ന് പറയുന്നത് ഏതാണ് കൂടുതൽ റിസ്ക് കൂടുതലുള്ള ഏത് ഡിസീസുമായിട്ട് കണക്ട് ചെയ്താണെന്ന് ചോദ്യം. ദിസ് ഇസ് ട്യൂബർകുലോസിസ്. Then particular size of air pollutant causing greatest harm to human health. ഏത് നമുക്ക് എയർ പൊല്യൂട്ടൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഹെൽത്തിന് ഏറ്റവും ഹാംഫുൾ ആയിട്ട് വരുന്നത് സൈസ് എത്രയാണെന്നാണ് ചോദിക്കുക. ലെസ് ദാൻ പർട്ടിക്കുലേറ്റ് സൈസ് ലെസ് ദാൻ 2.5 മൈക്രോമീറ്റർ ഡയമീറ്റർ താഴെയുള്ളവയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ട് വരുന്നത്. ഓൾ ആർ എയർ പൊല്യൂട്ടൻസ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്ന 4 പേരിൽ ഒരാളാണ് ഒഴികെ ബാക്കി എല്ലാവരും എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്.
നൈട്രജൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ എയർ പൊല്യൂട്ടൻസ് എക്സെപ്ഷൻ അവിടെ കിടക്കട്ടെ. എയർ പൊല്യൂട്ടൻസിന്റെ പേരുകൾ ആദ്യം പഠിക്കുക. സൾഫർ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. പിന്നെ ബഗാസോസിസ് ആണ് ഒക്കുപേഷണൽ ലങ് ഡിസീസ്. ബാക്കിയെല്ലാം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്യുക. ഇത് മാത്രമാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ലങ് ഡിസീസ് കോസ്ഡ് ബൈ സാൻഡ് ബ്ലാസ്റ്റിംഗ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് വരെ ഉണ്ടാകുന്ന ഏത് ലങ് ഡിസീസ് ആണ് ഉണ്ടാകുന്നത്? ദ ആൻസർ ഇസ് സിലിക്കോസിസ്. സിലിക്കോസിസ് അഫക്റ്റ് ചെയ്യുന്ന ഏത് ഡിസീസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആർക്കാണ് കൂടുതലും സിലിക്കോസിസ് അല്ലെങ്കിൽ സാൻഡ് ബ്ലാസ്റ്റ് വരുമ്പോൾ സിലിക്കോസിസ് വരാനുള്ള റിസ്ക് കൂടുതൽ ഏത് പേഷ്യൻറ്റിനാണ്? ട്യൂബർക്ലോസിസ് ഉള്ളവർക്കാണ്. ഓക്കെ, നമുക്കത് വൺസ് മോർ റിപ്പീറ്റ് ചെയ്യാം. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ, ദ സൈറ്റ് വെയർ ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ ഹ്യൂമൻ ബോഡീസ് സെൽസ്. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ബ്ലഡ് ബൈ RBC അഥവാ റെഡ് ബ്ലഡ് കോർപ്പസ്കൾ. സിലിക്കോസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ട്യൂബർകുലോസിസ്. Particulate size of air pollutant causing greatest harm to human health is particulate size less than 2.5 micrometer in diameter. All are air pollutants. ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. എക്സെപ്ഷൻ ഏതാണ്? നൈട്രജൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ബഗാസോസിസ് ആൻഡ് ഓക്യുപേഷണൽ ലങ് ഡിസീസ്. ലങ് ഡിസീസ് കോസ്ഡ് ബൈ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഏതാണ്? സിലിക്കോസിസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എഴുതി കഴിഞ്ഞാണോ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മെയിൻ സിംറ്റം ഓഫ് പേഷ്യൻസ് വിത്ത് ഒക്കുപേഷണൽ ലങ് ഡിസീസ്. അപ്പോൾ ഒക്കുപേഷണൽ, അപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ലങ് ഡിസീസ് വരുന്നവർക്ക് മെയിൻ സിംറ്റം എന്തായിരിക്കും? ബ്രീത്ത്ലെസ്നെസ്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും ആദ്യം വരുന്ന ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. അതിൽ മെയിൻ സിംറ്റം അത് തന്നെയായിരിക്കും. മെഷേഴ്സ് ടേക്കൺ ടു റിഡ്യൂസ് വെഹിക്കുലർ എയർ പൊല്യൂഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പോൾ എന്താണ്? എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ ഏത് മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. അതിനകത്ത് ബാക്കിയെല്ലാം ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കണം എന്നാണ് പറയുന്നത്. യൂസ് ഓഫ് ലീഡഡ് പെട്രോൾ എക്സെപ്ഷൻ ആണ്. നമ്മൾ എടുക്കേണ്ട എന്തൊക്കെയാണ്? വെഹിക്കുലർ എയർ പൊല്യൂഷൻസ്, വെഹിക്കിൾസിനുള്ള എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫേസിങ് ഔട്ട് ഓഫ് ഓൾഡ് വെഹിക്കിൾസിൽ നിന്നാണ് കൂടുതലും വരുന്നത്. പിന്നെ എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് സ്റ്റിൻജൻ പൊല്യൂഷൻ കൺട്രോൾ നോം ഇൻ വെഹിക്കിൾസ്, റെഡ്യൂസിങ് ദ സൾഫർ ആൻഡ് ആരോമാറ്റിക് കണ്ടന്റ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാനുള്ള എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള, വെഹിക്കിളിൽ നിന്നുണ്ടാവുന്ന എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് ഇത്. എക്സെപ്ഷനാണ്. റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. റൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രോട്ടീൻ സോഴ്സസ് ആണ് TB പേഷ്യൻസിന്. മിൽക്ക്, എഗ്, ഫിഷ്. അപ്പോൾ അവർക്ക് പ്രോട്ടീൻ കൂടുതൽ കിട്ടും. റൈസ് എക്സെപ്ഷനാണ്, റൈസിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നില്ല. ഫുഡ് ടു ബി അവോയ്ഡഡ് ബൈ TB പേഷ്യൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അപ്പോൾ TB പേഷ്യൻസ് ഒഴിവാക്കേണ്ടതായ ഫുഡ് ഏതാണെന്നാണ് ചോദ്യം. TB പേഷ്യൻസ് ഒഴിവാക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് എഗ് ആണ്. ഒരു മിനിറ്റ്. ഫുഡ് ഒഴിവാക്കേണ്ടത് ഇതെല്ലാം, ഇത് അവർക്ക് വേണ്ട കൺസപ്ഷൻ ചെയ്യേണ്ട ഫുഡാണ്. ഒഴിവാക്കേണ്ടത് ആൽക്കഹോൾ, എനി ഫോമിലുള്ള ആൽക്കഹോളും ഒഴിവാക്കണം. ദെൻ എക്സസ് ടീ ആണ്, ഒരുപാട് ചായയും കോപ്പിയൊന്നും കുടിക്കാൻ പാടില്ല. ദെൻ കാർബണേറ്റഡ് ഡ്രിങ്കും ഒഴിവാക്കണം. അപ്പോൾ TB പേഷ്യൻസിന് ഇതെല്ലാം ഒഴിവാക്കണം. അവരെ കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ട ഫുഡ് ഏതാണ്? മിൽക്ക് ആൻഡ് എഗ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ട്യൂബർക്ലോസിസ് ഇൻ ഇന്ത്യ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്യൂബർക്ലോസിസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ ന്യൂട്രീഷൻ ആണ്. നമുക്കറിയാം പ്രോപ്പറായിട്ട് ഫുഡ്, ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാർക്കാണ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ന്യൂട്രീഷൻ കിട്ടാത്ത, അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ട്യൂബർക്ലോസിസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അണ്ടർ ന്യൂട്രീഷൻ ക്യാൻ ബി ഡ്യൂ ടു ഡെഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ്. അണ്ടർ ന്യൂട്രീഷൻ വരാനുള്ള റീസൺ എന്താണ്? ഈ പറഞ്ഞ എല്ലാ റീസൺ കൊണ്ടും അണ്ടർ ന്യൂട്രീഷൻ വരാം. പ്രോട്ടീൻ്റെ കുറവ്, കലോറീസ് ഉള്ള അടങ്ങിയ ഫുഡ് കഴിക്കാത്തതിൻ്റെ കുറവ്, മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ്, ഇതെല്ലാം കൊണ്ട് അണ്ടർ ന്യൂട്രീഷൻ വരാം. റെക്കമെൻഡഡ് ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ഫോർ TB പേഷ്യൻ്റ് ഈസ് ഇൻടേക്ക് ഓഫ്. നമ്മൾ ഏതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ലോക്കലി അവൈലബിൾ ന്യൂട്രിയൻ റിച്ച് ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു TB പേഷ്യൻസിന് നമ്മൾ കൗൺസിൽ ചെയ്യുമ്പം അവർ ഒന്നാമത് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടാത്ത ആൾക്കാരാണ്. അവരോട് നമ്മൾ പോലെ ടോണിക് കഴിക്കണം, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ടായിട്ടുള്ള കിവിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമേഷ്യ ഫുഡ് സപ്ലിമെൻ്റ് കഴിക്കണം, അവർക്ക് അത് കഴിക്കാനുള്ള, അത് വാങ്ങിക്കാനുള്ള
ഇൻകം ഉണ്ടാവില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണം, പുവർ പേഷ്യൻസിനോട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പറയുന്നത് അവരോട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ഫുഡ് കഴിക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. മീൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. താരത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെസ്പിറേഷൻ ഉണ്ട്. അതിൽ എക്സെപ്ഷൻ വരുന്ന ഏതാണെന്ന് വെച്ചാൽ ഇപ്പം ബാഗ് മാസ്ക് വെന്റിലേഷൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ, മൗത്ത് ടു മൗത്ത് ബ്രീത്ത് എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു റെസ്പിറേഷൻ പ്രൊസീജിയറാണ്. പക്ഷേ ഇൻഹേലർ തെറാപ്പി ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്ററി പ്രൊസീജിയർ അല്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം, നിങ്ങളിത് എഴുതി കഴിഞ്ഞാണോ എന്ന് വിശ്വസിക്കുന്നു. മെയിൻ സിംറ്റം ഓഫ് പേഷ്യൻസ് വിത്ത് ഒക്യുപേഷണൽ ലങ് ഡിസീസ് ഏതാണ്? ബ്രീത്ത്ലെസ്നെസ് ആണ് അവരുടെ മെയിൻ സിംറ്റം ആയിട്ട് അവർ കാണിക്കുന്നത്. ലങ് ഡിസീസ് ഉള്ളവർ, അതും ജോലി സ്ഥലത്ത് ഒക്യുപേഷണലി അവരുടെ ജോലി സംബന്ധമായി വരുന്ന ലങ് ഡിസോർഡേഴ്സിന്റെ ഫസ്റ്റ് സിംറ്റം അതാണ്. Then measures taken to reduce vehicular air pollution include all of the following except use of leaded petrol ആണ്. ബാക്കിയുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The source of protein for TB patients include all except. അപ്പോൾ അവരുടെ റിച്ച് സോഴ്സ് മിൽക്കും എഗ്ഗും ഫിഷും ആണ്. അപ്പോൾ അവർ അവോയ്ഡ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ആൽക്കഹോൾ ഏത് ഫോമിലുള്ളതാണ് അവോയ്ഡ് ചെയ്യണം, എക്സസ് ടീ ആൻഡ് കോഫി അവോയ്ഡ് ചെയ്യണം, കാർബണേറ്റഡ് ഡ്രിങ്ക് അവോയ്ഡ് ചെയ്യണം, മിൽക്കും എഗ്ഗും അവർ ഒഴിവാക്കാൻ പാടില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അണ്ടർ ന്യൂട്രീഷൻ ആണ്. അണ്ടർ ന്യൂട്രീഷൻ ക്യാൻ ബി ഡ്യൂ ടു ഡിഫിഷ്യൻറ്റ് ഇൻടേക്ക് ഓഫ് കലോറീസ്, മൈക്രോന്യൂട്രിയൻ ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. റെക്കമെൻഡ് ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ഫോർ TB പേഷ്യൻസ് ഈസ് ഇൻടേക്ക്. അവരുടെ എന്ത് കഴിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്? ലോക്കലി അവൈലബിൾ ന്യൂട്രിയൻ റിച്ച് ഫുഡ്. മീൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ്. എക്സെപ്ഷൻ ഏതാണ്? ഇൻഹേലർ തെറാപ്പി. ഓക്കെ, അപ്പം നമുക്ക് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the ratio of chest compression to artificial breathing cardiopulmonary resuscitation എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ആർട്ടിഫിഷ്യൽ ബ്രീത്ത് കൊടുത്തിട്ട് നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്യാണ്, സേവ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? ചെസ്റ്റ് കംപ്രഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 13:2 ആണ്. 30:2 ആണ് അതിൻ്റെ റേഷ്യോ. Then steps in mouth to mouth breathing include all of the following except. നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുത്തിട്ട് പേഷ്യൻസിനെ റെസ്ക്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഒരെണ്ണം ഒഴിവാക്കണം. ദ ബ്ലോയിങ് ബ്രീത്ത് 5 inches above the mouth of the victim. Then next, immediate cause of death in drowning. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ഡ്രൗണിംഗ് എന്ന് പറയുന്നത് ആസ്പിറേഷൻ ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റൊമക്ക്, ആസ്പിറേഷൻ ഓഫ് വാട്ടർ ഇൻ ടു ലാറിങ്സ്, ലിംബ് ഇഞ്ചുറി, നൺ ഓഫ് ദ അബോവ്. ഈ പറഞ്ഞതൊന്നും അല്ല ഒരു ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ഡ്രൗണിംഗ് എന്ന് പറയുന്നത്. Then the resuscitation of drowning victims include all of the following except this abdominal compression to remove water from stomach. നമ്മൾ ഡ്രൗണിംഗ് വിക്ടിംസിനെ അത് റെസ്ക്യൂ ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ സ്റ്റെപ്പാണ് ഒഴിവാക്കേണ്ട സ്റ്റെപ്പ്? ഒന്ന് move the person out of water, chest compression, warming with clothes or blanket. അപ്പോൾ ഒഴിവാക്കേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് അബ്ഡോമിനൽ കംപ്രഷൻ ടു റിമൂവ് വാട്ടർ ഫ്രം സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ ഒരുപാട് പ്രസ് ചെയ്ത് വാട്ടർ കഴിയുന്ന പ്രോസസ്സിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? ആ വെള്ളത്തിൽ നിന്ന് ആളെ പുറത്തെടുക്കുക, ചെസ്റ്റ് കംപ്രസ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ബ്ലാങ്കറ്റോ ക്ലോത്തോ വെച്ചിട്ട് അവരെ നന്നായിട്ട് കവർ ചെയ്യുക. ഒഴിവാക്കേണ്ടത് സ്റ്റൊമക്കിൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തിട്ട് വാട്ടർ കളയാൻ ശ്രമിക്കാതിരിക്കുക. Then a number of chest compression to be done per minute when resuscitating drowning victims. നമ്മൾ വെള്ളത്തിൽ മുങ്ങിയ ഒരാളെ അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ചെസ്റ്റ് കംപ്രഷൻ ആണ് പെർ മിനിറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 100 to 120 പെർ മിനിറ്റ് ആണ് ചെസ്റ്റ് കംപ്രഷൻ ആണ് കൊടുക്കേണ്ടത്. Then resuscitation of drowning victims include all of the following except. നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം വെച്ചാൽ ബ്രിങ്ങിങ് ഔട്ട് ദ വിക്ടിം ഫ്രം വാട്ടർ ബൈ യുവർ സെൽഫ് വെൻ യു ആർ നോട്ട് എ കോൺഫിഡൻസ് സ്വിമ്മർ. ഇപ്പം നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോൺഫിഡൻസ് സ്വിമ്മർ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് അവരെ സേവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ തന്നെ മരിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം? അങ്ങനെ ഡ്രൗണിങ് വിക്ടിംസിനെ റെസ്ക്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു റെസ്ക്യൂറെ വിളിക്കുക, പിന്നെ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അവർക്ക് പൾസ്, അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഉണ്ടോ, അങ്ങനെ കാർഡിയോപൾമണറി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പൾസും ബ്രീത്തും ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ക്യാൻ ബി ഗിവൺ ഇൻ വിച്ച് ലൊക്കേഷൻ?
ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഏത് ലൊക്കേഷൻ വെച്ചിട്ടാണെന്ന് വെച്ചാൽ, ഒന്ന് അറ്റ് എനി പ്ലേസ് ബൈ എ ട്രെയിൻ പേഴ്സൺ. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏത് ലൊക്കേഷൻ വെച്ചിട്ട് വേണമെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഒരു PSC വന്ന് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നില്ല. പിന്നെ ഇൻ വെൽ എക്വിപ്ഡ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ICU വെച്ചിട്ട് മാത്രമേ കൊടുക്കാവുന്നില്ല. എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കൊരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാവുന്ന ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ പറയാം. റേഷ്യോ ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ടു ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കാർഡിയോപൾമണറി റെസ്പിറേഷൻ ഇസ് 30:2. പിന്നെ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുമ്പം നമ്മൾ ഒഴിവാക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എക്സെപ്ഷൻ അല്ലാത്ത സ്റ്റെപ്പുകൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ട സ്റ്റെപ്സ്. ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ഡ്രൗണിങ്, എന്താണ് ഒരു ഇമ്മീഡിയറ്റ് ഡ്രൗണിങ്ങിന് ഡെത്ത് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ ഡ്രൗണിങ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ഡെത്ത് വരാനുള്ള റീസൺ. പിന്നെ റെസ്ക്യൂസൈറ്റേഷൻ ഓഫ് ഡ്രൗണിങ് വിക്ടിംസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പം ചെയ്യരുതാത്ത കാര്യം അബ്ഡോമിനൽ കംപ്രഷൻ ആണ്. നമ്പർ ഓഫ് ചെസ്റ്റ് കംപ്രഷൻ എത്രയാണ് ഒരു ഡ്രൗണിങ് വിക്ടിംസിന് കൊടുക്കുന്നത് വെച്ചാൽ 100 to 120 ആണ്. ദെൻ ഡ്രൗണിങ് വിക്ടിംസിന് താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒഴിവാക്കേണ്ടത്, നമ്മൾ ഒരു കോൺഫിഡൻസ് സ്വിമ്മർ അല്ലെങ്കിൽ ഒരിക്കലും അവരെ സേവ് ചെയ്യാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. പിന്നെ എപ്പോഴാണ് ഏത് ലൊക്കേഷനാണ് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. ഒരു വെൽ എക്വിപ്ഡ് ICUയിൽ സ്റ്റാർട്ട് ചെയ്യാം, PHSCയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ട്രെയിൻഡ് പേഴ്സണ് ഏത് പ്ലേസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ